ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ബഹജാസ് വ്ലോഗ്. ഇത് ജുബ്രൂട്ടൻ്റെ ഫുഡാട്ടോ, ഹോർലിക്സ് അല്ല. ഇത് ജുബ്രൂട്ട ഹോർലിക്സ് വേണോ ചോദിച്ചാൽ ഓടി വരും. എവിടെയാണെങ്കിലും അവന് ഈ ഫുഡിൻ്റെ സൗണ്ട് കേട്ടാൽ ഇങ്ങനെ കിലിക്കിയാൽ ഓടി വന്നിട്ട് ഓൻ കഴിക്കുന്ന ഒരു സ്ഥലമാട്ടോ ഇത് ഓൻ്റെ മാത്രം സ്പേസാണ്. ഇവിടെ ഇരുന്നിട്ടാണ് ഓൻ ഭക്ഷണം കഴിക്കുക കേട്ടോ. രാവിലെ എണീറ്റ പാടും അവർക്ക് ഈ ഫുഡ് വേണം. ഇത് എന്തൊക്കെ കളി കളിച്ചാലും ഈ ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ടയർഡാണ്. എന്തൊക്കെയോ ഒരു അസ്വസ്ഥതൊക്കെ ആയിട്ട് നടക്കും. പക്ഷെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല കുട്ടിയാണ്, നല്ല സ്മാർട്ടായിട്ടാണ് അവന് നിൽക്കുക. കണ്ടോ, 4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടെന്ന് തോന്നും. അത്ര ആക്രാന്തത്തിലാണ് ഈ ഫുഡ് അവൻ കഴിക്കുക. അവനക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡാത്. എന്തോ ഒരു ടേസ്റ്റായിരിക്കും ചിലപ്പോൾ ഇത്. ഞാൻ എപ്പോഴും വിചാരിക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണമല്ലോ എന്ന്. പിന്നെ കഴിച്ച് നോക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് ഞാൻ കഴിച്ച് നോക്കാത്ത. ജുബ്രൂട്ട എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഇത് കഴിഞ്ഞൊരു 11:30 ആകുമ്പോഴേക്ക് മീൻകാരൻ വരും കേട്ടോ. അപ്പോൾ കബീർക്കൻ്റെ മീനിൻ്റെ സൗണ്ട് കേട്ടാൽ ഓടിപ്പോയിട്ട് അയാളെ അടുത്തുനിന്ന് ഒരു മീനൊക്കെ വാങ്ങിച്ച് തിന്നിട്ടാണ് വരിക. അയാളെപ്പോഴും ഒരു മീൻ കൊടുക്കും കേട്ടോ ജുബ്രൂട്ടന്. അതും കഴിക്കണം, എല്ലാ പൂച്ചകളെ പോലെ അതും വേണം, എന്നിട്ട് ഇതും വേണം, രണ്ടും വേണം അവന്. ഇപ്പോൾ ഞങ്ങൾ മീൻ മുറിക്കുകയാണെങ്കിൽ അതൊന്നും തലയൊക്കെ പൂച്ചകൾ ഒരു 4-5 തല തിന്നുമ്പോഴേക്ക് ഇവരൊന്നൊക്കെ തിന്നാൻ കഴിയുള്ളൂ കേട്ടോ. അവനങ്ങനെ തിന്നാനാവൂ, സാവധാനം തിന്നാം. ഈ ഫുഡ് തന്നെ കണ്ടോ, വേറെ ഏതെങ്കിലും പൂച്ചയാണെങ്കിൽ എപ്പോഴോ ഇത് കാലിയാക്കി ഉണ്ടാവും. ഇതാണ് എൻ്റെ ജുബ്രൂട്ടൻ്റെ വിശേഷങ്ങൾ. ഇനി പിന്നൊരു ദിവസം വരാം കേട്ടോ. ബായ്.